ഫസ്റ്റ് ഞാൻ ക്ലേസൺ റീഅറേഞ്ച്മെൻ്റ് ആണ് പറയുന്നത്. ക്ലേസൺ റീഅറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ അല്ലീൽ ഫിനൈൽ ഈതർ 200 ഡിഗ്രി സെൽഷ്യസിൽ കാറ്റലിസ്റ്റിൻ്റെ ആബ്സെൻസിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർത്തോ അല്ലൈൽ ഫീനോൾ കിട്ടും. ഇതാണ് അല്ലൈൽ ഫിനൈൽ ഈതർ. നമുക്കിതാണ് ഓർത്തോ അല്ലൈൽ ഫീനോൾ. അപ്പോൾ സ്ട്രക്ചർ കണ്ടാൽ തന്നെ അറിയാം, ഇവിടെ ഒരു OH ആയിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ 1 എന്നുള്ള പൊസിഷൻ ഈ പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റായി, ബാക്കി അതേപോലെ തന്നെ. അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇതിൽ ക്ലേസൺ റീഅറേഞ്ച്മെൻറ്റിൽ നമ്മൾ 3 പോയിൻ്റാണ് പഠിച്ചു വെക്കേണ്ടത്. ഒന്നാമത്തെ പോയിന്റ്, അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സീസിൽസ് മെത്തേഡാണ്. സീസിൽസ് മെത്തേഡ് നമ്മൾ മെത്തോക്സി ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. എത്ര മെത്തോക്സി ഗ്രൂപ്പ് റിയാക്ട് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, മെത്തോക്സി ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ടിനെ ഹൈഡ്രോ അയോഡിക് ആസിഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യണം. HIN ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മീഥൈൽ അയോഡൈഡ് കിട്ടും. ദെൻ ആ കിട്ടിയ മീഥൈൽ അയോഡൈഡിനെ നമ്മൾ സിൽവർ നൈട്രേറ്റ് വെച്ചിട്ട് റിയാക്ട് ചെയ്യിക്കുക. അപ്പോൾ നമുക്ക് സിൽവർ അയോഡൈഡും മീഥൈൽ നൈട്രേറ്റും കിട്ടും. ഈ സിൽവർ അയോഡൈഡ് എത്ര എണ്ണം ഉണ്ടോ അതിനനുസരിച്ച് എണ്ണം മെത്തോക്സി ഗ്രൂപ്പ്. എപ്പോക്സൈഡ് എന്താണെന്നാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാധനങ്ങളാണ് നമ്മൾ എപ്പോക്സൈഡ് എന്ന് പറയുക, അല്ലെ? ഒരു ഓക്സിജൻ വരിക. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ എന്താണ്? എപ്പോക്സൈഡാണ്. അപ്പോൾ നമ്മൾ എപ്പോക്സൈഡിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന മെത്തേഡുകളാണ്. ആൽക്കീനിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ആൽക്കീൻ. അപ്പോൾ ആൽക്കീനിൻ്റെ ഈ ഡബിൾ ബോണ്ട് ബ്രേക്കായിട്ട് അതിൽ ഇവിടെ ഒരു ഓക്സിജൻ വരും, ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടുന്ന് ഒരു ബോണ്ട് വരും, ഇവിടെ ഒരു ബോണ്ട് വരും, ഇവിടെ O വരും. അപ്പോൾ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന ആസിഡ് പെർ ബെൻസോയിക് ആസിഡാണ്. പെറോക്സി ആസിഡ്, പെറാസിഡ് എന്നൊക്കെ പറയുമ്പോൾ അവർ COOH 3 കെമിക്കൽ റിയാക്ഷൻസ് ആണ്. നമ്മൾ പറഞ്ഞു നല്ല സ്ട്രെയിൻ ഉള്ളത് കാരണം തന്നെ ആ റിങ് എപ്പോഴും ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ആസിഡ് കാറ്റലൈസ്ഡ് ആയാലും ശരി, ബേസ് കാറ്റലൈസ്ഡ് ആയാലും ശരി, നന്നായിട്ട് അത് റിയാക്ഷൻ തരും. അപ്പോൾ SN2 റിയാക്ഷനാണ്. ഫസ്റ്റ് 2 സ്റ്റെപ്പാണ് നടക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഉണ്ടല്ലോ, നമ്മളെ എപ്പോക്സൈഡിലുള്ള ഓക്സിജന് ഒരു ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യുന്നു. ദെൻ SN2 ബാക്ക് സൈഡ് അറ്റാക്കാണ്. അപ്പോൾ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം, ഇതാണ് നമ്മളെ സംഭവം, ഇതാണ് നമ്മളെ എപ്പോക്സൈഡ്. അപ്പോൾ ഈ എപ്പോക്സൈഡിൽ നമ്മളൊരു ന്യൂക്ലിയോഫൈലിനെ അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് ഇതാവേണ്ടിട്ട് ഞങ്ങളത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഒരു സമാധാനത്തിന് ഞാൻ അയച്ചിട്ടാണ്. ഇത് അടുത്തത് ബേസ് കാറ്റലൈസ്ഡ് ആണെങ്കിൽ അങ്ങനെയാണ് നടക്കുക. അതായത് OH നേരെ വന്നിട്ട് CH2നെ അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ബോണ്ട് കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. SN2 തന്നെയാണ്. അപ്പോൾ ഈ ബോണ്ട് കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത് O- ആയി. O- അടുത്ത H കയറിയിരിക്കുക. അങ്ങനെ നമുക്ക് ഡയോള് കിട്ടും. ഇതാണ് നമ്മളെ ബേസ് കാറ്റലൈസ്ഡ്. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ, ആസിഡ് കാറ്റലൈസ്ഡ് ആണെങ്കിൽ ഓക്സിജന് Hനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് O+H ആവുന്നുണ്ട്. എപ്പോക്സൈഡിൽ തന്നെ O+H ആവുന്നുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ